ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാമ്പത്തിക സർവേയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ബറേലി ജില്ലാ കോടതി സമൻസ് അയച്ചു. ജനുവരി 7-ന് ഹാജരാവാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ആഭ്യന്തര കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്നാണ് പരാതിക്കാരനായ പങ്കജി പഥക് ആരോപിക്കുന്നത്. हम लोगों के द्वारा जो चुनाव के दौरान राहुल गांधी के द्वारा बयान दिया गया, जातीय जनगणना के आधार पर ये पता चल जाएगा कि किसके पास कितना धन है और जिनकी 50% भागीदारी है, जिसकी जितनी भागीदारी उसका उतना हक। तो हमें ये लगा कि ये बयान कहीं ना कहीं देश में गृह युद्ध कराने जैसा बयान है, मतलब वर्ग संघर्ष छेड़ने का प्रयास है राहुल गांधी की। एक गंदी सोच इससे प्रतीत होती है। इसीलिए हमने पहले 156(3) में MP MLA कोर्ट में ये एक मुकदमा डाला इनके खिलाफ। उसके बाद MP MLA कोर्ट से वो मुकदमा खारिज हुआ। उसके बाद हम लोग अपील में जनपद न्यायाधीश न्यायालय में गए। वहाँ से उस हमारी अपील को स्वीकृति मिली और विपक्षी राहुल गांधी को नोटिस जारी हुई. യെസ്, അതാണ് സാഹചര്യം. മനു ഭരത് നമുക്കൊപ്പം ചേരുന്നു. മനു, എന്തായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം? ഒപ്പം ഇപ്പോൾ കോടതിയുടെ നോട്ടീസും തുടർ നടപടികളും. സജിത്ത്, രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ ഈ കേസിൽ പരാതിക്കാരൻ ഉന്നയിക്കുന്ന ഒരു പ്രധാന കാര്യം രാഹുൽ ഗാന്ധി ഈ ജാതി സെൻസസും അതുപോലെ സാമ്പത്തിക വിഭജനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ ഒരു ആഭ്യന്തര കലാപത്തിന് കോപ്പ് കൂട്ടുന്ന തരത്തിലാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. രാഹുൽ ഗാന്ധി ഈ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് പുനർവിന്യസിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് സംബന്ധിച്ചൊരു സെൻസസ് നടത്തി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സെൻസസ് നടത്തുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്തായാലും സ്വാഭാവികമായി അങ്ങനെ ഒരു സെൻസസ് നടത്തുമ്പോൾ അത് ജാതീയമായി അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള ഒരു കലാപത്തിലേക്ക് ഒരു കലാപത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. ഏതായാലും ഈ പങ്കജ് പഥക് നൽകിയ പരാതി ആദ്യം ഒരു MLA MP കോടതിയിൽ കൊണ്ടുപോയാണ് അദ്ദേഹം ഇത് സമർപ്പിച്ചത്. പക്ഷേ ആദ്യഘട്ടത്തിൽ കോടതി ഇത് തള്ളി. പിന്നീടാണ് ബറേലി ജില്ലാ കോടതിയിലേക്ക് ഈ ആക്ഷേപവുമായി പോയിരിക്കുന്നത്. ഏതായാലും ജനുവരി 7-ാം തീയതി ഹാജരാകാൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോടതി. രാഹുൽ ഗാന്ധി ഈ കേസിൽ ഹാജരാകണം എന്നാണ് കോടതിയുടെ ആവശ്യം. ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നാൽ ഒരു സെൻസസ് നടത്തുകയും ഈ സമ്പത്തിൻ്റെ പുനർവിന്യസനം ഉണ്ടാകുകയും ചെയ്യും എന്ന് പറയുന്നത് വിവിധ വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായി വേണം കാണാൻ എന്ന് പരാതിക്കാരൻ തറപ്പിച്ച് പറയുന്നു. ഏതായാലും ഇത് കോടതി എങ്ങനെ പരിഗണിക്കുമെന്നാണ് ഇനി നോക്കിക്കാണേണ്ടത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും രാഹുൽ ഗാന്ധിക്ക്